ജനവാസ മേഖലയും വനമേഖലയും വേർതിരിക്കാൻ വനവകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് CPM. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ ജനവാസ മേഖലയും വനമേഖലയും വേർതിരിക്കണമെന്നാണ് CPM ആവശ്യപ്പെടുന്നത്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിലെ വന്യമൃഗ ആക്രമണത്തിന് പരിഹാരം കാണാൻ ജനവാസ മേഖലയും വനമേഖലയും വേർതിരിക്കണമെന്ന് CPM പിറവന്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കറവൂർ എൽ വർഗീസ് ആവശ്യപ്പെട്ടു. പിറവന്തൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിലെ 5-ാം വാർഡിലെ പെരുന്തോൽ വാർഡിന്റെ ഭാഗമായിട്ട് ചാങ്ങപ്പാറാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു പ്രശ്നം എന്ന് പറയുന്നത് 77 മുമ്പേ ഇവിടെ കുടിയേറ്റ മേഖലയെ ആളുകൾ കൃഷി ചെയ്ത് ജീവിക്കുക, അതുപോലെ തന്നെ വീട്ടുമൃഗങ്ങളെ വളർത്തി ജീവിക്കുകയും ചെയ്തൊരു കാലഘട്ടത്തിൽ സുഖമായി പോയ സ്ഥലമാണ്. ഇപ്പോൾ സമീപകാലത്തായി ഈ വന്യമൃഗ ശല്യം കാരണം മൃഗങ്ങളെ ആക്രമിക്കുകയാണ്, അതുപോലെ തന്നെ കൃഷി മൊത്തം നശിക്കുകയാണ്. ജീവിതം ദുസ്സഹമാണ്. ആളുടെ രാത്രി കിടന്നു തുടങ്ങിയാൽ എണ്ണിക്കാൻ കഴിയുന്ന ഉറപ്പില്ല. സന്ധ്യ കഴിഞ്ഞാൽ ആൾ യാത്ര ചെയ്യാറില്ല. സന്ധ്യയല്ല, പട്ടാപ്പകൽ ഒരു ആനയുടെ വലിയ ശല്യം നിൽക്കുകയാണ്. ഇവിടെ ഈ മേഖലയെ സോളാറും അതുപോലെ തന്നെ കിടങ്ങും അതുപോലെ തന്നെ ഹാങ്ങിങ് ഫെൻസിങ്ങും അടിയന്തരമായി മാറ്റുകയും വനം മേഖലയും ജനമേഖലയും വേർതിരിക്കുന്നുള്ള സംവിധാനിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വന നിയമം ഏറ്റവും തടസ്സമായി നിൽക്കുന്ന മേഖലയാണ് ഇവിടെ. അതുകൊണ്ട് ജനജീവിതം ഏറ്റവും ദുസ്സഹമായ സാഹചര്യമാണ്. അടിയന്തരമായി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഉണ്ടാവും. കഴിഞ്ഞ പുലർച്ചെ പെരുന്തോയിൽ വാർഡിലെ ചാങ്ങപ്പാറ കുടപ്പാറയിൽ ലക്ഷ്മി നിവാസിൽ ഷിബിയുടെ കിണറ്റിൽ പുലി വീണത് നാട്ടിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. കിടങ്ങുകൾ സൃഷ്ടിച്ചും സോളാർ വേലിയും ഹാങ്ങിങ് സോളാർ വേലിയും അടിയന്തരമായി പൂർത്തീകരിക്കണം. പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്റർ ഉൾപ്പെട്ട റോഡുകൾക്ക് ഫണ്ട് വെച്ചാൽ വനംവകുപ്പ് തടസ്സം നിൽക്കുന്നതിനാൽ നിർമ്മാണം നടക്കാതെ ലാപ്സാകുന്നു. ഇതിൽ വനംവകുപ്പ് നീതിപൂർവകമായി നിലപാട് സ്വീകരിച്ചാൽ പലയിടങ്ങളിലും വനമേഖലയും ജനവാസ മേഖലയും വേർതിരിയും. വനംവകുപ്പ് കാട് തെളിക്കാത്തതിനാൽ നിലവിലെ കാനനപാതകൾ കാടിമൂടിക്കിടക്കുകയാണ്. 1977 മുമ്പ് കുടിയേറി താമസിച്ച് കൃഷിയും വളർത്തുമൃഗങ്ങളിലൂടെയും ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന ജനവിഭാഗങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വന്യജീവി ശല്യം മൂലം ഏറെ പ്രതിസന്ധിയിലാണ്. വളർത്തുമൃഗങ്ങളെയും നഷ്ടപ്പെടുന്നു. കൃഷി പൂർണ്ണമായും തകർച്ച നേരിട്ട് കർഷകർ ആത്മഹത്യാ മുനമ്പിലാണ്. വന്യമൃഗശല്യത്തിന് ആശ്രയമായി വളർത്തിയിരുന്ന നായ്ക്കളെ പുലി ഭക്ഷണമാക്കിയതോടെ നായ്ക്കളെ വളർത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും കഴിയുന്നില്ല. റബ്ബർ ട്രാപ്പിങ്ങും മറ്റു തൊഴിലുകൾക്കും പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. കേന്ദ്ര സർക്കാർ നിലവിലെ നിയമം ജനങ്ങൾക്ക് വേണ്ടി ഭേദഗതി ചെയ്യണം. സോളാർ വേലി, ഹാങ്ങിങ് ഫെൻസിംഗ്, കിടങ്ങുകൾക്കായി MP ഫണ്ട് ഉപയോഗിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിച്ച് ജനജീവിതം സുരക്ഷിതമാക്കണമെന്നും കറവൂർ എൽ വർഗീസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.